തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഭാരതം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച ദിനമെന്ന നിലയിൽ ഇന്നത്തെ വിഷയം തന്നെ യുണൈറ്റഡ് ഇൻ ലവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. മറ്റൊരാൾക്ക് വേണ്ടി ജീവനെ കൊടുത്തിട്ടുള്ളത് യേശുവാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ലോകം ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന ആ സ്നേഹം ലഭ്യമായി തീരുന്നത്. ആ വലിയ സ്നേഹത്തിലാണ് ഭാരതത്തിൻ്റെ മഹാത്മാഗാന്ധിജിയെ പോലുള്ളവർ, ധാരാളം പേർ ഇന്നും നമ്മുടെ ബോർഡറുകളിലുള്ള നമ്മളുടെ സൈനികർ, എല്ലാ മേഖലകളിലുള്ള സൈനിക വ്യൂഹങ്ങൾ അവർ ജീവൻ പണയം വെച്ച് നമ്മളെ സംരക്ഷിക്കുമ്പോൾ, ദൈവീയ സംരക്ഷണത്തിൽ യേശു കർത്താവ് യേശുവിൻ്റെ ജീവൻ കൊടുത്ത് നമ്മളെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകിയത് ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ്. ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഈ സ്നേഹം, the highest expression of love is self-sacrifice that spurs, not live itself. സ്വന്തമായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമല്ല യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്നത്. ആ വലിയ സ്നേഹം, യുണൈറ്റഡ് ഇൻ ലവ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ സ്നേഹമാണ്. സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു ഭാരതം, അങ്ങനെ ലോകരാജ്യങ്ങൾ നിറയുവാനായി തീരുമ്പോഴാണ്, സഭകൾ സമൂഹത്തിൽ അപ്രകാരമായി തീരുമ്പോൾ, സ്നേഹത്താൽ നിറയപ്പെടുന്ന സമൂഹമായി തീരുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. വ്യക്തിപരമായി എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ 44-ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അഭിമന്യ ജോസഫ് തിരുമേനിയാൽ ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കപ്പെട്ടപ്പോൾ ഇന്നുവരെയും ദൈവം തമ്പുരാൻ നടത്തിയ വഴികൾ ഈ ദൈവസ്നേഹത്തിൽ നിലനിന്ന് പോകുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ സമൂഹം പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് ഇന്നും നിലനിന്ന് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. വളരെ താഴ്മയോടും വിനയത്തോടും കൂടി ഓർക്കുമ്പോൾ ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ, ലോകരാജ്യങ്ങളിൽ ദൈവീയ സാന്നിധ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ സാധിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ യേശു കാണിച്ചതുപോലെ നമ്മളെ ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ, ആ വലിയ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. മാത്രമല്ല, ഇന്ന് CSI മധ്യകേരള മഹായിടവയുടെ ഡയസസൻ കൺവെൻഷൻ ആരംഭിക്കുന്ന ദിനമാണിന്ന്. ഫെബ്രുവരി 2 വരെയും ചരിത്ര പ്രാധാന്യമുള്ള ആ പ്രസ്തുത കൺവെൻഷനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ലോകമെമ്പാടുമുള്ള വചനപ്രഘോഷകർ, ഈ ദൈവസ്നേഹം പ്രസംഗിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദൈവസ്നേഹം പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളവർ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി കാണിച്ചിട്ടുള്ളവർ, കർത്താവെ, തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും തങ്ങളുടെ ജീവിതം കൊണ്ടും ഈ ദൈവസ്നേഹം ലോകത്തിന് മുഴുവൻ കൊടുത്തിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, വിശേഷിച്ച് ഞങ്ങളുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, ഞങ്ങളുടെ പ്രസിഡന്റ്, എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൽ
ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരെല്ലാം ഓർക്കുവാനും ആ നന്മകളിൽ ഞങ്ങൾ നിലനിൽക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ജയിലുകളിലും ഓർഫനേജുകളിലും ബെഡിഡനായിട്ടുള്ളവരും വിശ്രമജീവിതം നയിക്കുന്നവരും ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവരും അപ്രകാരം വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവരും ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവെ, പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ഞങ്ങളുടെ രാജ്യത്തിന് ലഭിച്ച നന്മകൾ മിഷണറിമാരാൽ ഞങ്ങളുടെ രാജ്യം ലഭ്യമായി തീർന്നപ്പോൾ, അനുഗ്രഹമായി തീർന്നപ്പോൾ, അത് ഞങ്ങൾക്ക് കേരളത്തിന് ലഭിച്ചതായിട്ടുള്ള ഭാഗ്യങ്ങൾ അത് ലോകത്തിന് കൊടുക്കുമ്പോൾ ആ വചന പ്രഘോഷണത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൺവെൻഷനിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലും ഒരുപോലെ ആവരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ ദിനത്തിൽ കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തുവാൻ, ജീവൻ തകർക്കുവാൻ സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹത്തിൽ ഈ വചനത്താൽ നിൻ്റെ മക്കൾ തൃപ്തരാകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.